എല്ലാവർക്കും സുകന്യ ബ്ലോഗ്സിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മുരിങ്ങാക്കോലില്ലാത്ത അവിയലാണ്. മുരിങ്ങാക്കോലില്ലാതെ എന്താ അവിയൽ എന്നല്ല ആലോചിക്കുന്നേ. മുരിങ്ങാക്കോലില്ലെങ്കിലും അവിയൽ സൂപ്പറാട്ടോ. മുരിങ്ങാക്കോലിന് വില ഇപ്പൊ 450. അതുകൊണ്ട് എന്തായാലും മുതലാവൂല. അപ്പൊ നമുക്ക് അവിയൽ വെക്കാം. അപ്പൊ ഞാൻ ഒരു ചെറിയ അവിയലിനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. അതിനായിട്ട് ഞാനിവിടെ വഴുതനങ്ങ 1, അമരപ്പയർ 6, പടവലം 1/2, ഏത്തയ്ക്ക 1, ക്യാരറ്റ് 1, ചേമ്പ് 1, ചേന 4, വെള്ളരി 4, കുമ്പളങ്ങ 4, പയർ 3, പച്ചമുളക് 3, അങ്ങനെ ഇത്രയും സാധനം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം തൊലിയൊക്കെ കളഞ്ഞ് ചീകി വെള്ളത്തിട്ട് കഴുകിയെടുക്കാം. നമുക്ക് നല്ലപോലെ ഒരു 3-4 വെള്ളത്തിൽ കഴുകിയെടുക്കാം. പച്ചക്കറി അരിഞ്ഞിട്ട് കഴുകി അതിൻ്റെ ഗുണം പോകുന്നു. അപ്പം നമുക്ക് തൊലിയൊക്കെ കളഞ്ഞിട്ട് തന്നെ കഴുകിയെടുത്തിട്ട് നമുക്കിനി അരിയാം. അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് പടവലങ്ങയാണ് അരിയുന്നത്. പടവലങ്ങ ഇങ്ങനെ ചെറുതായിട്ട് പീസായിട്ട് കഷ്ണിച്ചിടുക. എന്നിട്ടത് നേരെ മുറിച്ചിടുക. അത് ചെറിയ കഷ്ണങ്ങളായിട്ട് തന്നെ മുറിക്കണം. ഒരേ ലെവലിൽ ഒരേ വലുപ്പത്തിൽ മുറിക്കണം. അല്ലെങ്കിൽ എല്ലാ കഷ്ണങ്ങളും വേഗത്തില്ല, അങ്ങനെ ഓരോന്നായിട്ട് വെന്തും വേഗാതെ ഇരിക്കും. അതാണ് അവിയലിലെ പ്രധാനം. എല്ലാം ഒരേ വലുപ്പത്തിൽ നമുക്ക് മുറിച്ചിട്ട് വരാം. ഇനി നമുക്ക് ക്യാരറ്റ് അരിയാം. ക്യാരറ്റ് ഇങ്ങനെ വലിയ കഷ്ണമായിട്ട് മുറിച്ചിട്ടിട്ട് അത് നടുവേ പൊളന്ന് ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് ഏത്തക്ക അരിയാം. ഏത്തക്ക അതുപോലെ തന്നെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിടുക. എന്നിട്ട് അത് നേരെ പുറന്ന് ചെറിയ പീസായിട്ട് നേരെ കഷ്ണിക്കുക. ചേമ്പും അതുപോലെ അരിയുക. അത് കഴിഞ്ഞ് അവിയലിൽ ഏറ്റവും പ്രധാനം ചേനയാണ്. അപ്പം ചേന മൂപ്പ് കൂടിയ ചേനയൊക്കെ ആണെങ്കിൽ വേഗത്തില്ല. അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അരിഞ്ഞിട്ട് വേവിച്ചിട്ട് വേണം അവിയലിൻ്റെ കൂടെ ചേർക്കാനായിട്ട്. ഇത് ചേന എളുപ്പം ചേനയാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ കൂടെ തന്നെ അരിഞ്ഞിട്ടു. ചെറിയ പീസായിട്ടാണ് അരിഞ്ഞിട്ടിരിക്കുന്നത്. അപ്പം പെട്ടെന്ന് വെന്തോളും. വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിടാതെ എല്ലാ കഷ്ണങ്ങളിൽ നിന്നും ഇച്ചിരി ചെറുതായിട്ടാണ് ചേന അരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചിട്ടാണ് വെക്കുന്നത്. അതും കൂടെ നമുക്ക് അരിഞ്ഞെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 4 പച്ചമുളകും കീറിയിടാം.
കഷ്ണങ്ങളെല്ലാം അരിഞ്ഞ് എടുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇനി ആവശ്യമായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് എല്ലാം കൂടി ഇട്ട് ഇളക്കി നമുക്കിനി അടുപ്പത്ത് വെക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം കേട്ടോ. ഒരു 2 ഗ്ലാസ് വെള്ളം മതി. 2 ഗ്ലാസ് വെള്ളത്തിൽ അത് വെന്ത് വന്നു കൊടുക്കും. നമുക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതിൻ്റെ കൂടെ കറിവേപ്പിലയൊക്കെ ഇട്ട് നമുക്കിനി ഇത് അടുപ്പത്ത് വെക്കാം. അപ്പോൾ ഇത് ആവി വരുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു അരമുറി തേങ്ങ നമുക്ക് ചിരണ്ടിയെടുത്ത് വെക്കാം. അരമുറിയും അതിൻ്റെ കൂടെ ഇച്ചിരി കൂടെ ചിരണ്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കിലോ ഉള്ളി, ഒരു 10-20 ഉള്ളി പൊളിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കറിവേപ്പില, ഇത് മൂന്നും കൂടെ നമുക്ക് ചതച്ചെടുത്തിട്ട് വരാം മിക്സിയിലിട്ട്. ഇതുപോലെ ഒന്ന് കറക്കെടുത്താൽ മതി. ഒത്തിരി ഒന്നും ഇതാക്കുമ്പോൾ ചതഞ്ഞു പോകണ്ട. ഒരു ഉള്ളി മാത്രം നല്ലപോലെ ചതഞ്ഞു വരുന്ന രീതിയിൽ നമുക്ക് കറക്കെടുക്കാം. ഒരു 4-5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് തുറന്ന് ഇളക്കി കൊടുക്കാം, അടി പിടിക്കാതെ. വെള്ളം ഇച്ചിരി ആയതുകൊണ്ട് നമുക്കത് അടി പിടിക്കാതെ ഇളക്കി കൊടുക്കണം. നല്ലപോലെ ഇളക്കി കൂട്ടി യോജിപ്പിച്ച് മിക്സാക്കി അടച്ചു വെക്കാം. കായ് വേകുമ്പോൾ നമുക്ക് അതിനാവശ്യമായിട്ട് പുളി ഒഴിക്കണം. അപ്പം വാളംപുളി എടുത്ത് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി മതി, അതെടുത്ത് നല്ലപോലെ കലക്കി വെക്കാം. അപ്പം ഒരു 10-20 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം. അവിയൽ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പുളി ഒഴിക്കണം. പുളി ഒഴിച്ച് കൊടുക്കാം. പുളി ഒഴിച്ച് നല്ലപോലെ ഇളക്കി കൊടുക്കാം. പുളി ഇട്ട് ചേർക്കാത്തവർ തൈര് ചേർക്കാം. തൈര് ചേർത്താലും ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ പുളി ഒഴിച്ച് വെക്കുന്നതാണ് ഒന്നുകൂടെ നല്ല ടേസ്റ്റ്. അപ്പം അവിയലിന് കഷ്ണങ്ങളെല്ലാം ഉടഞ്ഞ് നല്ലപോലെ ചേരണം. ഇങ്ങനെ മിഴിച്ച് കിടന്ന ഒരു ടേസ്റ്റ് ഇല്ല. അപ്പോൾ അവിയൽ നല്ലപോലെ ഇളക്കി കൊടുക്കാം. പുളി ഒഴിച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. ആദ്യം തേങ്ങ മാത്രമായിട്ട് ഇളക്കി കൊടുക്കാം. ഒന്ന് ജസ്റ്റ് ആവി കയറി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഉള്ളിയും തേങ്ങയും കൂടെ ചതച്ച് വെച്ചിരിക്കുന്ന ഇട്ട് അതിൻ്റെ മേളിലോട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ച് നമുക്ക് അതും കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കഴിയുമ്പോഴേ അവിയലിൻ്റെ മണം ഇങ്ങനെ മൂക്കിലോട്ട് അടിച്ച് കയറും. ഞങ്ങളുടെ അമ്മയുടെ അവിയൽ സ്പെഷ്യലാണ്. അപ്പം അവിയൽ നല്ല 2 മിനിറ്റ് അടച്ച് വെച്ചുമ്പോഴത്തേക്കും സൂപ്പറാവും. അപ്പോൾ അങ്ങനെ അടിപൊളി മുരിങ്ങാക്കോലും ഇല്ലാത്ത അവിയൽ റെഡി ആയിട്ടുണ്ട്. അപ്പം കാണുമ്പോഴേ കഴിക്കണം തോന്നില്ലേ? മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ അടിപൊളിയായിട്ടോ അവിയൽ. അപ്പം ഞങ്ങൾ അവിയലൊക്കെ കഴിച്ചിട്ട് വരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക.